ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് ഇതാണ് ഇതാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്തൊരു യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മളെ ഓഫീസിലുള്ള, ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫും അതുപോലെ നമ്മുടെ ബോസും അടക്കമുള്ള ഒരു യാത്രയാണ്. ഇപ്പോൾ പോകുന്നതും ബാക്കിയുള്ള കാഴ്ചകളും എവിടത്തേക്കാണ് പോകുന്നതൊക്കെ ഒരു സർപ്രൈസാണ്. അടിപൊളി സ്ഥലമാണ്. ബാക്കിയൊന്നും പറയുന്നില്ല, നമുക്ക് വഴിയെ കാണാം. ഇപ്പോൾ കൂടെ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാവലർ. അപ്പോൾ ഇതാണ് നമ്മൾ യാത്രയുള്ള കുട്ടിപ്പട്ടാളങ്ങൾ. പറ, ഓരോരുത്തർ പേര് പറ. 5 പേരെന്നാ നിവിൻ്റെ. ഇനിയുണ്ട് 2 ആൾക്കാർ കഴിയെ വരും. ഇതാണ് കണ്ടത്തിൽ റെസ്റ്റോറൻറ്റ്, കുറ്റ്യാടി കണ്ടത്തിൽ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വയനാട് യാത്രയുടെ പകുതി കുറ്റ്യാടി എത്തിയിരിക്കുകയാണ്. കുറ്റ്യാടി കണ്ടത്തിൽ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കേണ്ടിയിട്ട് വന്നതാണ്. എന്തായാലും ഒരു യാത്രക്ക് പോകും മുന്നേ നല്ല രീതിയിലൊരു ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചിട്ട് കണ്ടത്തിൽ റെസ്റ്റോറൻറ്റ് നിർത്തിയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ. വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെങ്കിൽ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മളെ സ്ഥലം? അപ്പൊ പിന്നെ വാ, നമുക്ക് കാണാം കുറച്ച് കാര്യങ്ങൾ കൂടി. വാ. നീ ശരിക്കും ഞാൻ ഈ സമയത്ത് ഈ ട്രിപ്പിന് വിളിച്ചപ്പോൾ ഇത്രത്തോളം ആംബിയൻസ് പ്രതീക്ഷിക്കുക. ജസ്റ്റ് ഒരു വയനാട്ടിലൊരു റിസോർട്ടിൽ 1 ഡേ സ്റ്റേ, അത്രയും പ്രതീക്ഷിച്ചു. പക്ഷെ ഇത്ര ആംബിയൻസിലാണ് നമ്മളെ റിസോർട്ട് വരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ താങ്ക്സ് ടു ഡുഡുവേട്ടൻ ആൻഡ് വിൻചേച്ചി. നിങ്ങൾ കണ്ടാ അറിയാം, നോക്കി നോക്ക്, ഒരു രക്ഷയില്ലാത്ത സൈറ്റാണ്. ചെറിയ രീതിയിൽ മഴയും പെയ്തു തുടങ്ങി. ഇത് പറയാനാ, നമ്മുടെ റിസോർട്ട് ഇതുവരെ എത്തിയിട്ടില്ല. റിസോർട്ടിലേക്കുള്ള വഴിയാണിത്. ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മൾ കുറ്റ്യാടി ചുരം കയറി കോറത്തുനിന്ന് റൈറ്റിലേക്ക് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ റോഡ്, ആ റോഡ് നേരെ ഇങ്ങോട്ട് പോരുക. അപ്പോൾ കുറച്ച് പ്രശ്നമായിട്ടുള്ള റോഡൊക്കെ ഉണ്ട്, പക്ഷെ അതിലൂടെയൊക്കെ വന്നിട്ട് നേരെ ഡയറക്റ്റ് ഇതാ ഈ സ്വർഗത്തിലേക്ക്. ഇങ്ങനെ പേടിയില്ലാത്തൊരു ചെക്കനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നമ്മളെ കഴിത്തു പോലെ അതോടുകൂടി അടിപൊളിയാവണം കേട്ടോ. ഈ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ വിൻചേച്ചിന് എന്ത് ഗ്ലാമറാ, അത് ഞാൻ അതിനകത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന അപ്പോൾ ഗായ്സ് ഒന്നും പറയാനില്ല, രക്ഷയില്ലാത്ത വ്യൂ, രക്ഷയില്ലാത്ത സ്ഥലം. ശരിക്കും വരണമല്ലേ ആൾക്കാർ, അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ റിസോർട്ട് എടുക്കാം. കാരണം ഇപ്പം ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ റിസോർട്ട് എടുക്കുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. പക്ഷെങ്കിൽ നമുക്കിവിടെ വരാം. നമ്മൾ ഇവിടെയൊക്കെ പോയിട്ട് കർണാടകയൊക്കെ പോയിട്ട് വരുന്ന സമയത്ത്
ഇതിൻ്റെ കുറേ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഫുൾ ഓഫ് റോഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് പുറത്തുനിന്ന് റെൻ്റ് എടുത്ത വണ്ടിയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് വരാനൊരു ചെറിയൊരു പ്രയാസം വന്നുകൊണ്ട് വന്നില്ല. പക്ഷേങ്കിൽ വരാം, നല്ല സുഖമുണ്ട്. കാരണം വണ്ടി വലിയ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. നമ്മളിപ്പോൾ ട്രാവലറിലാണ് വന്നത്, അത് നല്ല രീതിയിൽ തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ തന്നെ നമുക്ക് ഇപ്പോൾ റിസോർട്ട് എടുത്തില്ലെങ്കിലും ഒരു ദിവസം രാവിലെ വരിക. ഇപ്പോൾ കുറച്ച് കോടയൊക്കെ കുറവാണ്, എന്നാലും നല്ല അടിപൊളി ആംബിയൻസ് ഫോട്ടോഗ്രാഫി. സത്യം നമ്മളിത് റിസോർട്ട് ബുക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മളോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടേ ക്യാമറ എടുത്തിട്ട് ഇവിടെ വന്നാൽ മതി. അത്രയും അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ സാധനം കേട്ടോ. ഒരുപാട് തേയിലത്തോട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വേണം. സത്യം വയനാട്ടിൽ തേയിലത്തോട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കണം ഇവിടെ വേണം. നമ്മുടെ ഈ മൂന്നാർ ഗ്യാപ്പ് റോഡില്ലേ, അതേ മൂഡ് അതേ സാധനം അല്ലേ. കോറം ഹിൽസ് ഇവിടെ ചാടിയല്ലേ. യെസ്, നല്ല രസമല്ലേ കാണാനല്ലേ. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? സൂപ്പർ സ്ഥലമല്ലേ? അടിപൊളിയാ? ഇഷ്ടപ്പെടുക? മൂന്നാർ ഫീൽ. ഇതാണ് നമ്മുടെ റിസോർട്ട്. അപ്പോൾ ഗൈസ് ഫൈനലി വി റീച്ച് അവർ റിസോർട്ട്, ക്ലൗഡ് വ്യൂ റിസോർട്ട്. ആംബിയൻസ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ്. ഓക്കെ, നാച്ചുറൽ റിസോർട്ട് എന്നുള്ളൊരു പേര് ഒരു കറക്റ്റാണ് കൊടുത്തത്. കാരണം അത്രയും നാച്ചുറാണ്. ഫുള്ള് മറ്റേ മുളകളും പിന്നെ കുറേ മരങ്ങളും കാര്യങ്ങളും അടിപൊളിയാണ് കേട്ടോ. കണ്ടോക്കെ വാ. നല്ല കിടിലം കട്ടൻ ചായയും എന്താ ചിപ്സ്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ആക്ടിവിറ്റീസ് കൈ പിടിക്കറ് ഇളക്ക് ശോഭ. ഇതാണ് റഫറി ശരിയില്ല. പഠിച്ച്
റിസോർട്ടിൻ്റെ മോർണിംഗ് വ്യൂ കണ്ടാലോ. നടക്കാന്ന് വെച്ചത് അങ്ങനെ എന്തോ ഫുൾ എക്സോട്ടിക് ഫ്രൂട്ട്സ് എന്തെല്ലാം ഉള്ളേ? അവക്കാടോ ഉണ്ട്, റംബുട്ടാനുണ്ട്, മാംഗോസ്റ്റീന് ഇല്ലാത്തൊന്നുമില്ല. ഇല്ലാത്തൊന്നായിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്നു ഒരു മോർണിംഗ് വാക്കിലേക്ക്. അപ്പൊ ഇന്നലത്തെ ഈവനിങ് വ്യൂ അല്ലേ നിങ്ങൾ കണ്ടത്? മോർണിംഗ് വ്യൂ എങ്ങനെയായിരിക്കുന്നു കണ്ടാലോ. കുടപ്പൂരി കുഞ്ഞനെ നോക്കിച്ചിട്ടാണോ ഉപ്പേരിക്കുള്ള സാധനമായി. അങ്ങനെ ഒടുവിൽ ഈ കുന്ന് കയറി നമ്മൾ വ്യൂ പോയിന്റിലെത്തി. നോക്കാം ഇവിടുത്തെ വ്യൂ എങ്ങനെയുണ്ട്. ക്ലൗഡ്സ്. വാവ്, സൂപ്പർ. Nice peaceful life. ഓഫ് റോഡ് ചെയ്യുന്ന ചേട്ടാ എങ്ങനത്തെ നമ്മളെ വ്യൂ? അടിപൊളിയല്ലേ? ഇതുവരെ നിങ്ങൾ ഇങ്ങനത്തെ റിസോർട്ടിൽ വന്നിക്കാ? സത്യല്ലേ? ഇപ്പം അറിയുന്നല്ലേ ഇത്രയും അടുത്ത് ഇതുപോലെ കിട്ടില്ല റിസോർട്ട്. സോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഐറ്റംസ്. ഫ്രഷ് ജ്യൂസ് ഉണ്ട്, പിന്നെ സ്നാക്സ് ഐറ്റം കുഴലപ്പം, അച്ചപ്പം, ബനാന, സ്റ്റീംഡ് ബനാന, പുട്ട്, ചെറുപയർ കറി, പൂരി, ബാജി, മുട്ട, പിന്നെ ബ്രെഡും ചീസും. അടിപൊളി, സൂപ്പർ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കിഡ്ഡിലൻ റിസോർട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ ബാക്ക് ടു നോർമൽ ലൈഫ് പോവാണ്. വീണ്ടും ഈ റിസോർട്ടിലേക്ക് വരാമെന്നുള്ള പ്രതീക്ഷയോടെ ഇവിടെ നിന്ന് പോകുന്നു. ബൈ. അപ്പോൾ ഫൈനലി ബൈ ടു ക്ലൗഡ് വ്യൂ റിസോർട്ട്. വീണ്ടും കാണാം. അപ്പോൾ റെഡി, ബൈ. അടുത്തത് നമ്മൾ പോകുന്നത് മീൻമുട്ടി വെള്ളച്ചാട്ടം. മതിയാ?